സംസ്ഥാനത്ത് ദിനംപ്രതി ചൂട് കൂടി വരികയാണെന്ന് ഈ സാഹചര്യത്തിൽ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരോഗ്യവകുപ്പും ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി റിനു ശ്രീധറാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റിനു, ഗുഡ് മോർണിംഗ്. ഏത് തരത്തിലുള്ള മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് റിനു, ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ? ഉന്മേഷ, പ്രവിത, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി താപനില വളരെയധികം കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒക്കെ തന്നെ സാധാരണഗതിയേക്കാൾ, അതായത് സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ 2 മുതൽ 3% വരെ ചൂടാണ് വർദ്ധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. 12 ജില്ലകളിൽ, അതായത് ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും നിലവിൽ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഏറ്റവും കൂടുതൽ താപനില റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊല്ലം, പാലക്കാട് ജില്ലകളിലാണ്. 38 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ താപനില റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഈ ഉയർന്ന താപനിലകളിൽ അല്പമെങ്കിലും ശമനമുള്ളത്. 36 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആരോഗ്യ വകുപ്പൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അപ്പോൾ തന്നെ മാധ്യമങ്ങൾ വഴിയും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയൊക്കെ തന്നെ നൽകുന്നുണ്ട്. ഈ അയഞ്ഞ വസ്ത്രം ധരിക്കണം, അതുപോലെ തന്നെ വെള്ളം കുടിക്കണം, ജോലി സമയത്തിലുള്ള മാറ്റം, ഇങ്ങനെയൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് DMO നേരിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഒപ്പം ചില ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു സമയമാണ് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഉന്മേഷ, പ്രവിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.